ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രായ ലേഖനം 9 അധ്യായം 14 വാക്യം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്ന് നാം ഇവിടെ വായിക്കുന്നു. യേശുക്രിസ്തു യാഗമായത് പരിശുദ്ധാത്മാവിനാൽ ആണെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വാക്യത്തിൻ്റെ മുകളിലുള്ള ഭാഗങ്ങളിൽ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും യാഗത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നോക്കുമ്പോൾ ആട്ടിൻകുട്ടികൾ സ്വയമായി സമ്മതിച്ചിട്ടല്ലല്ലോ ഒരു യാഗവും ചരിത്രത്തിൽ നടന്നിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് മാത്രമാണ് സ്വയം യാഗത്തിന് വേണ്ടി അർപ്പിച്ചത്. 12-13 വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തവും 14 വാക്യത്തിൽ യേശുവിൻ്റെ രക്തവും കാണാം. ആടിനെയും കാളയെയും ബലം പ്രയോഗിച്ച് കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ആടിൻ്റെ സമ്മതത്താലല്ല, മറിച്ച് സമ്മർദ്ദത്തിലൂടെയാണ് അതിനെ യാഗം കഴിക്കുന്നത്. എന്നാൽ ക്രിസ്തു യാഗമായത് എങ്ങനെയാണ്? സമ്മർദ്ദത്തിലൂടെയല്ല, പിന്നെയോ സമർപ്പണത്തിലൂടെയാണ്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച എന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. ആത്മാവാണ് ക്രിസ്തുവിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിന് ഏക സാക്ഷി ആരായിരിക്കും? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും അല്ല, എല്ലാറ്റിൻ്റെയും പരിശുദ്ധാത്മാവ് നമ്മളെ എന്തു ചെയ്യുന്നു? ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന യേശുവിനെ നോക്കിയാൽ ചങ്ങല വലിച്ചു പൊട്ടിക്കുന്ന പിശാച് ബാധിതനായ ഒരു വാക്കുകൊണ്ട് ആ പിശാച് ബാധിതനെ സ്വതന്ത്രനാക്കിയ കർത്താവ്, അപ്പോൾ തന്നെ അടിച്ചുയരുന്ന തിരമാലയെ ഒറ്റ വാക്കുകൊണ്ട് ശാന്തമാക്കിയ കർത്താവ്, ഈ ക്രൂശും ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലർക്കെങ്കിലും ചോദിക്കാം. എന്നാൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ കർത്താവിന്? ദൂതന്മാർ അവിടെ ഇറങ്ങും. പക്ഷേ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. ആ അർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ ഇടയായത്. ക്രൂശിലെ യാഗവും സാധ്യമാക്കിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. യേശുവിൻ്റെ എല്ലാ അവസ്ഥയും നന്നായി മനസ്സിലാക്കിയതും കൂടെ ഇരുന്നതും പരിശുദ്ധാത്മാവാണെന്ന കാര്യവും നാം മറക്കരുത്. ആകയാൽ യേശുവിൻ്റെ മരണത്തിൻ്റെ സാക്ഷി പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് തരുന്ന മറ്റൊരു ആലോചന, കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയുവാൻ സാധിക്കുന്നത് എന്നത് നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു നല്ല ആലോചനയാണ്. അതിനുവേണ്ടി ആയിരിക്കാം പൗലോസ് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെക്കുറിച്ചുള്ളതായ ആഗ്രഹം പ്രകടിപ്പിച്ചത്. യേശു കർത്താവിൻ്റെ ഉയർപ്പിന് ഒറ്റ ദൃസാക്ഷിയേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. കല്ലറയ്ക്കൽ കാവൽ നിന്ന പട്ടാളക്കാർ യേശുവിൻ്റെ ഉയർപ്പിന് സാക്ഷികളല്ല. അവർ പറഞ്ഞത്, അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറക്കുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്നാണല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വ്യാപരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവർക്ക് ഉയർപ്പുണ്ടാകും. ആ അത്യന്ത ശക്തി റോമൻ ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ച് അടച്ച ഒരു ഉറുമ്പിന് പോലും കയറാൻ പറ്റാത്ത കല്ലറയ്ക്ക് അകത്ത് വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്, അതെ, ആ പരിശുദ്ധാത്മാവിന് കയറാൻ പറ്റാത്ത ഒരു സ്ഥലവും
ഇല്ലെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇതിലൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഉറുമ്പിന് പോലും കയറാൻ പറ്റാത്ത കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചതായ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന് എവിടെയും കയറി ചെല്ലാൻ പറ്റും. അതുകൊണ്ടല്ലേ ഫിലിപ്പിയിലെ കാരാഗ്രഹവും പൂട്ടിയിരിക്കുകയായിരുന്നു. അതിനകത്ത് കയറുവാൻ ആർക്കും സാധ്യമല്ല. പക്ഷേ പരിശുദ്ധാത്മാവിനെ തടയുവാൻ ലോകത്തിൽ ഒരു ഇരുമ്പ് ഗേറ്റിനും ചങ്ങലയ്ക്കും കഴിയുകയില്ല എന്നത് നാം അവിടെ വായിക്കുന്നുണ്ട്. ജയിലിനകത്ത് കയറി പൗലോസിനെയും ശീലാസിനെയും വിടുവിച്ച ശക്തി, പത്മോസ് ദ്വീപിൽ യോഹന്നാൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന ശക്തി, എവിടെയും വ്യാപരിക്കുവാൻ കഴിയുന്നതാണ് ഈ അത്യന്ത ശക്തി എന്നത്. ആകയാൽ സർവവും കർത്താവിൻ്റെ കാൽ കീഴാക്കി വെച്ചവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന കർത്താവിൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നും നാം ഇവിടെ വായിക്കുന്നു. ആകയാൽ ദൈവജനമേ, പരിശുദ്ധാത്മശക്തിയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നാം മനസ്സിലാക്കി. ആ കാൽ കീഴയാക്കുന്ന ശക്തി, വ്യാപരിക്കുന്ന ശക്തി, ജീവൻ പകരുന്ന ശക്തി, ഉയർപ്പിക്കുന്ന ശക്തി, ഉയർത്തുന്ന ശക്തി, എല്ലാത്തിനും മീതെ ഇരുത്തുന്ന ശക്തി, കീഴ്പ്പെടുത്തുന്ന ശക്തി, അതാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെയും വേദനിപ്പിക്കാതെയും നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം വിശുദ്ധിയോടെ ഈ നാളുകളിൽ തികയ്ക്കട്ടെ. അവൻ വരാറായി, നമ്മളെ ചേർക്കുവാൻ സമയമായി. നമുക്ക് കൂട്ടു നിൽക്കുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹായകനായി കൂടെ ഇരിക്കുന്നതും ഈ പരിശുദ്ധാത്മാവാണെന്നുള്ള കാര്യം മറന്നു പോകാതെ ദൈവകൃപയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. കണ്ണുകളിൽ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് തന്ന നല്ല ദൂതന